വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ എം റസീന ജമാൽ. ബ്യൂട്ടിഫുൾ കുർത്തീസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു കാണിക്കുന്നത്. നല്ല ഭംഗിയുള്ള നിങ്ങൾക്ക് നല്ല രസമുള്ള വർക്ക് ചെയ്തിട്ടുള്ള കുർത്തീസാണ് വരുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitzindia.com സൈറ്റ് ഐ ഡി സൈറ്റ് ബുക്ക് ചെയ്യുക. ഫസ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. അതിലേക്ക് വന്നിരിക്കുന്ന വർക്ക് ഇതാ വൈറ്റ് കളർ ത്രെഡ് വർക്കാണ് നെക്കിൽ ചെയ്തേക്കുന്നത്. സ്ലിറ്റഡ് ആണ്, സ്ട്രെയിറ്റ് കട്ട് വിത്ത് ലൈനിങ് ആണ്. ലോങ് ആയിട്ട് വന്നിട്ടുള്ള കുർത്തിയാണ്. 949 ആണ് റേറ്റ്. സ്ലീവ്സ് സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെയാണ് ഔട്ട്ലുക്ക് വരിക. നിങ്ങൾക്ക് വൈറ്റ് ബോട്ടം സ്ട്രെയിറ്റ് പാൻറ്റ് വേണമെങ്കിൽ പെയർ ചെയ്യാം. അല്ലെങ്കിൽ ലെഗിൻസ് ഇട്ടാൽ ഇതിൻ്റെ മാച്ച് ആയിപ്പോൾ ലെഗിൻസിൻ്റെ ലിങ്കും കൂടി സൈറ്റിൽ അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടി പർച്ചേസ് ചെയ്യാം കേട്ടോ. 38 to 44 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ്. അതിൽ റെഡ് കളർ ത്രെഡ് വെച്ചിട്ട് വർക്ക് ഇത് ത്രെഡ് മറ്റേ മെഷീൻ എംബ്രോയ്ഡറി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ബീഡ് വർക്കും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നല്ല ഭംഗിയുള്ള കുർത്തി. 949 ആണ് റേറ്റ് വരുന്നത്. സ്ലിറ്റഡ് ആണ് വന്നിരിക്കുന്നത്. സ്ട്രെയിറ്റ് കട്ടാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ്. റെഡ് ബോട്ടം പെയർ ചെയ്താലും നല്ലതാട്ടോ. നല്ല ഭംഗിയിലിരിക്കുക. അല്ലെങ്കിൽ ബ്ലാക്ക് ഇട്ടാലും നല്ലതാണ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് വയലറ്റ് ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളത് ക്ലോസ്ഡ് ആയിട്ടുള്ള കോളറാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ആക്കി ഇടാവുന്ന രീതിയിലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. ക്ലോസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഒഫീഷ്യൽ ലുക്ക് തരുന്ന നല്ല ഭംഗിയുള്ള പാറ്റേൺ. സ്ലീവ്സിനുള്ളിൽ ഇതുപോലെ തന്നെ ക്രോസ് സ്റ്റിച്ച് പാറ്റേണിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. 999 ആണ് റേറ്റ്. സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ടാണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത്. ലോങ് ആയിട്ട് വന്നിട്ടുള്ള കുർത്തിയാണ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. ഫാബ്രിക് വന്നിരിക്കുന്നത് ഒരു 2 ടോൺ ഫാബ്രിക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് റയോൺ പോലെ തന്നെയുള്ള ഫാബ്രിക്കാണ്. നല്ല ഭംഗിയുള്ള വർക്കാണ് ചെയ്തേക്കുന്നത്. സ്ലീവ്സ് രണ്ടും വർക്ക് വന്നിട്ട് ഇതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള വർക്കാണ്. ഓഫ് വൈറ്റ് എന്ന് പറയാം ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ഇതുപോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു കളറ് ബോട്ടം ഇട്ടാലും നല്ലതായിരിക്കും. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നേവി ബ്ലൂവിൽ വൈറ്റ് കളർ വർക്കാണ്. ക്രോസ് സ്റ്റിച്ച് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ക്ലാസി എലഗൻ്റ് ആണ്. ഇവിടെ ഇങ്ങനെ ബട്ടൺ കൊടുത്തേക്ക് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ വെക്കരുത്. അല്ലെങ്കിൽ ക്ലോസ്ഡ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. സ്ലീവ്സിന് എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട്. സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത്. 999 ആണ് റേറ്റ്. 38 to 44 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല റെഡിഷ് മെറൂൺ ഷെയ്ഡാണ്. നല്ല നെക്ക് പാറ്റേൺ ആണ്. ആ ഒരു വർക്കൊക്കെ നല്ല ഭംഗിയുള്ള വർക്ക്. ഇതിനകത്ത് വൈറ്റും യെല്ലോ കളറും കൂടെ ത്രെഡ് വെച്ചിട്ടാണ് വർക്ക് ചെയ്തത്. യെല്ലോ ബോട്ടം ആണെങ്കിൽ വൈറ്റ് ബോട്ടം പെയർ ചെയ്താലും നല്ലതാണ്. അല്ല നിങ്ങൾക്ക് ഈ റെഡ് തന്നെ പെയർ ചെയ്താലും നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ കോമൺ ബ്ലാക്ക് ഇട്ടിട്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയുള്ള കുർത്തി. സോഫ്റ്റ് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. 999 ആണ് റേറ്റ്. 38 to 44 അല്ലെങ്കിൽ 46 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡാണ്. അതിലേക്ക് വന്നിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു പിങ്കും വൈറ്റും കൂടെ ചേർന്നിട്ടാണ് വർക്ക് പാറ്റേൺ പാക്കുന്നത്. സിമ്പിൾ എലഗൻ്റ് ആയിട്ടുള്ള നെക്കാണ്. സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ട് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത്. ഫാബ്രിക് ഭയങ്കര സോഫ്റ്റ് ആണ്. സീം എലമെൻസ് ഒക്കെ ഇട്ട് ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. 999 ആണ് റേറ്റ് വരുന്നത്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഖാദി കോട്ടൺ ഫാബ്രിക്കിൽ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. ഇതുപോലെ സ്ലിറ്റ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ പോട്ട്ലി ഒരു വൈറ്റ് കളർ ഫാബ്രിക് വെച്ചിട്ടൊരു പാച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. ഫ്രണ്ടിൽ ചെറിയൊരു പ്ലീറ്റിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ടാണ് വന്നിരിക്കുന്നത്. നെക്കാണെങ്കിൽ നല്ല സിമ്പിളായിട്ടുള്ളൊരു നെക്ക് പാറ്റേൺ ഇതുപോലെയാണ്. ടെന്നസി ബ്രാൻഡിൽ തന്നെ നല്ല ഫിനിഷിങ്ങിൽ ഇന്ന പോർഷനിൽ സീം എലമെൻറ്റ്സ് ഒക്കെ ഇട്ട് ചെയ്തേക്കുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള കുർത്തി. നോർമലി നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു ടൈപ്പ് പാറ്റേൺ ആണ് കേട്ടോ. റേറ്റ് വരുന്നത് 999 ആണ്. ലൈനിങ് ഇട്ടിട്ട് ചെയ്തേക്കുന്നത്. നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യുന്നൊരു ഫാബ്രിക്കുമാണ്. കോട്ടൺ ആണ്. ഖാദി കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ല പാറ്റേൺ ആൻഡ് നല്ല കളറുമാണ് വന്നിരിക്കുന്നത്. 38 to 44 അല്ലെങ്കിൽ 46 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വന്നിങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ്. ബ്ലൂവും ഗ്രേയും കൂടെ ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ. നല്ലൊരു പാറ്റേൺ ആണ്. ഇതുപോലെ നെക്ക് സിമ്പിൾ നെക്ക് വന്നിട്ട് രണ്ട് സൈഡിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് ആണ്. സ്ട്രെയിറ്റ് കട്ട് ഖാദി കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. 999 ആണ് റേറ്റ് വരെ. ഔട്ട്ലുക്ക് വന്നിങ്ങനെ. നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രേപ്പ് വൈൻ ഷെയ്ഡ് എന്ന് പറയുന്നത് സറ്റിലായിട്ടുള്ള കളറാണ്. ഖാദി കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ലൊരു പാറ്റേൺ, നല്ല നെക്ക് പാറ്റേണും ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു പോക്കറ്റ് പോലെ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ മറ്റേതിൽ കാണിക്കാൻ വിട്ടുപോയി. പൈപ്പിംഗ് ചെയ്തിട്ട് നല്ല സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്. 999 ആണ് റേറ്റ്. ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫാബ്രിക്കാണ്. ടെന്നസി ബ്രാൻഡഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അവർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല
ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ടാകും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ, ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.